കേരളത്തിലിപ്പോ നമ്മുടെ ആളുകളൊക്കെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഒരു ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പാണ്. അത് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ. അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് HOD ആണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു വിലാപമായിരുന്നു ആ പോസ്റ്റ്. ആ വിലാപത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സക്ക് വരുന്ന പല രോഗികളുടെയും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നുവെന്നും ആ മാറ്റിവെക്കേണ്ടി വരുന്നത് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നും അങ്ങനെ അപകടത്തിലാക്കുന്നതിന്റെ കാരണം ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള ചില ഉപകരണങ്ങൾ അദ്ദേഹത്തിനോ ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും കിട്ടിയിട്ടില്ലെന്നും അതിനുവേണ്ടി അദ്ദേഹം നിരവധി തവണ നടന്ന് ചെരിപ്പ് തേഞ്ചു എന്നുള്ളതൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, അതെല്ലാം വാടകയ്ക്കെടുക്കാനായിട്ട് പിന്നീട് ഈ രോഗികൾ ഓരോരുത്തരെയും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു പേഷ്യന്റിന് 85,000 രൂപ വരെ ഇത്തരത്തിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വാടകയ്ക്കെടുക്കുകയും മരുന്നുകൾ പുറത്ത് മേടിക്കുകയൊക്കെ ചെയ്യുന്നതിന് ചെലവാക്കേണ്ടി വന്നു എന്നുള്ളതുമൊക്കെയുള്ള ഞെട്ടിക്കുന്ന വാർത്തയായി കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലുമൊക്കെ ഇത് നിരന്തരമായി നടക്കുന്ന സംഭവമാണ് എന്നുള്ളത് അറിയുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ഇത്തരത്തിൽ ബിലോ പോവർട്ടി ലൈനിന് താഴെ നിൽക്കുന്ന വളരെ ചെറിയൊരു ശതമാനം മാത്രം ആളുകൾ അതിലേക്കുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് പോലും കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന് കഴിയാത്തതെന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിയാത്തതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ബിസിനസ്, അതുപോലെ ചികിത്സാ രംഗവും ആ ചികിത്സകൾ കൊടുക്കുന്ന സേവനവുമായിട്ടുള്ള രംഗം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 80,000 കോടിക്കും 1,00,000 കോടിക്കും ഇടയിലുള്ള വൻകിട ഇൻഡസ്ട്രിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 80,000-നും 1,00,000 കോടിക്കും ഇടക്കുള്ള വലിയ ഇൻഡസ്ട്രി ആകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്ന ഹോസ്പിറ്റലുകൾ മുതൽ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും ക്ലിനിക്കുകളും വരെയുള്ള ചെറിയ സ്ഥലങ്ങൾ കൂടി കൂട്ടിവെച്ചാൽ ഇതേതാണ്ട് 1,00,000 കോടി കവിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 1,00,000 കോടി കവിയുന്ന ഈ ബിസിനസ്സിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ നമ്മുടെ ഒരു സർക്കാരുകൾക്കും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ അടുത്ത താലൂക്ക് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സാധാരണ ഈ പറയുന്ന പോലെ പരിശോധനാ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് വലിയ മെഡിക്കൽ കോളേജുകളും എല്ലാം കൃത്യമായി വർക്ക് ചെയ്താൽ, അവിടെയെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയാൽ 100% ഉറപ്പാണ് ഇവിടെയുള്ള ബിസിനസ്സിൽ ഈ 80,000 കോടി എന്നുള്ളതും 1,00,000 കോടി എന്നുള്ളതും വേണമെങ്കിൽ 50,000 കോടിയായി ചുരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലുകളുടെ മാത്രം കാര്യമല്ല, ചെറിയ ലാബുകൾ മുതൽ ഈ പറയുന്ന വലിയ ഹോസ്പിറ്റൽ 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ വരെയുള്ള വലിയൊരു മാഫിയ ശൃംഖലയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മെഴ്സിഡസ് ബെൻസിന്റെ EMI അടച്ചുകൊണ്ടിരുന്നത് ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തൊരു ലാബുകാരനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് എത്രമാത്രം കറപ്റ്റ് ആയിട്ടുണ്ട് ആ സിസ്റ്റത്തിൽ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി അടുത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് HODക്ക് മാത്രം ഈ പ്രശ്നം തോന്നിയത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം കൃത്യമായിട്ട് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അത്തരത്തിലൊരു അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഇപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിന് റിപ്പോർട്ട് തേടുമെന്നാണ്. ഇത് സമയം ചോദിക്കാനും ആ സമയത്ത് മറ്റ് ഇഷ്യൂസിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയുള്ള ഒരു എക്സസൈസ് മാത്രമാണ്. ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തൊടാൻ കഴിയാത്ത ഏറ്റവും വലിയ മാഫിയകളിൽ ഒന്നായി ഈ ചികിത്സാ രംഗം തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത് കേരളത്തിലെ മാത്രം കഥയല്ല, ഇന്ത്യയിലേക്ക് കൂടി കടന്നാൽ, ഞാനിപ്പോൾ കേരളത്തിലുള്ളതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ചെറിയ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാം. ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങളാണവ. കഴിഞ്ഞ തവണ മാത്രം ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം എന്നുള്ളൊരു കാര്യം വന്നത്. അതും വൈറ്റ് മണിയായി സംഭാവന കൊടുക്കാം. അങ്ങനെ വൈറ്റ് മണിയായി സംഭാവന കൊടുക്കാമെന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോഴുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പരിപൂർണമായ രഹസ്യമായിരിക്കും, വേറെ ആർക്കും തന്നെ അറിയാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ചിരുന്ന ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഇന്ത്യയിലെ വലിയ ഫാർമ മെഡിക്കൽ കമ്പനികൾ മുഴുവൻ സംഭാവനയായി കൊടുത്തത്, വൈറ്റ് മണിയായി മാത്രം കൊടുത്തത് 945 കോടി രൂപയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 945 കോടി രൂപ, തെറ്റിപ്പോയതല്ല. അപ്പൊ ഇത്ര വലിയ പണം എന്തിനാണ് ഈ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഫാർമ കമ്പനികൾ, ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ച മുതൽ നിങ്ങൾ അറിയേണ്ടത് തെലങ്കാനയിലെ BRS മുതൽ
BJP വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJP വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് കേവലം ഒരു 3 ഉദാഹരണങ്ങൾ പറയാം. ചെറിയ 3 ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഇവർ ഈ പണം മേടിക്കുന്നതെന്ന്. അതിന് ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഓർഗനൈസേഷൻ 14,304 പേരുടെ അടുത്ത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം നടത്തി. 400-ലധികം വരുന്ന ഹോസ്പിറ്റലുകളിൽ പഠനം നടത്തിയിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളോടും അവർ പറഞ്ഞത് കോവിഡ് വലിയ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോവിഡിന്റെ 2ാം വരവിൽ റെംഡെസിവിർ എന്ന് പറയുന്ന ഒരു മരുന്ന് ഒരു കാരണവശാലും നിങ്ങൾ കോവിഡിന് മരുന്നായി ഉപയോഗിക്കരുത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആ നിർദ്ദേശത്തെ പരിപൂർണമായും അവഗണിച്ചു എന്ന് മാത്രമല്ല, പകരം നമ്മുടെ ഇവിടെ ഈ റെംഡെസിവിർ എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനിയുടെ മരുന്നാണ്. പക്ഷെ ആ കമ്പനിയുടെ മരുന്ന് നിർമ്മിക്കാനുള്ള ലൈസൻസ് നമ്മുടെ രാജ്യത്തെ 7 കമ്പനികൾക്കുണ്ട്. ആ 7 കമ്പനികളോടും ഇതിന്റെ ഉൽപാദനം ഇരട്ടിയാക്കാൻ പറയുകയും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ഇവരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മറ്റു ഹോസ്പിറ്റലുകളിലടക്കം ഇത് നിർബാധം വിതരണം ചെയ്തു. ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു എന്ന് കൂടി നിങ്ങൾ അറിയണം. ഈ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ചിലതിന്റെ പേര് മാത്രം ഞാൻ പറയുന്നു. ചിരഞ്ജീവി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ഇതിനെക്കുറിച്ച് ലൈമിന്റ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അവരുടെ. ആ ചിരഞ്ജീവി ഹോസ്പിറ്റലിൽ നിന്ന് ചില രോഗികൾക്കൊക്കെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് രാത്രികളിൽ നഴ്സുമാർ ഡോക്ടറെ വിളിച്ചപ്പോൾ ആ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇത് റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് കൊടുത്തതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന്. ഇതേപോലെ തന്നെ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ 4 രോഗികൾ V167 എന്ന് പറയുന്ന V00167 എന്ന് പറയുന്ന ഒരു ബാച്ചിൽ വന്നിട്ടുള്ള മരുന്നുകൾ റെംഡെസിവിർ കൊടുത്തപ്പോൾ അതിലുള്ള ജിതേന്ദ്രപാൽ എന്ന് പറയുന്ന ഡോക്ടറെ വിളിച്ച് പറയുന്നു, കാരണം ഈ രോഗികൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ മരുന്നുകൾ നിർത്തിക്കഴിയുമ്പോൾ അവർക്ക് പതുക്കെ പതുക്കെ അവരുടെ നില മെച്ചപ്പെടാൻ തുടങ്ങുന്നു. ഇനി ഇതുപോലെ തന്നെ ഝാൻസി മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മീററ്റിലെ മെഡിക്കൽ കോളേജിൽ, അതുപോലെ മീററ്റിലെ ലാലാ ലജ്പത് റായ് മെഡിക്കൽ കോളേജിൽ, ഇത്തരത്തിലുള്ള നിരവധി മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഈ പ്രശ്നം കണ്ടെത്തുന്നു. ഈ പ്രശ്നം കണ്ടെത്തിയതിനു ശേഷം ഇതിനോട് ആകെ പ്രതികരിച്ചത് ബീഹാർ ഗവൺമെന്റ് മാത്രമാണ്. അവർ ഈ കമ്പനിയെ ബാൻ ചെയ്യുകയും അവരവിടെ ഈ കമ്പനികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആ കേസെടുത്ത കമ്പനിയുടെ പേര് സൈറസ് കാഡില എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ മദർ കമ്പനി സൈറസ് ബയോളജിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനി കൃത്യമായി ഈ പറയുന്ന സൈറസ് കാഡില എന്ന് പറയുന്ന കമ്പനി നിങ്ങളൊന്ന് ഉറച്ചു വെച്ചേക്കണം. സൈറസ് കാഡില ആ കമ്പനിയാണ് ഗുജറാത്തിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ബാച്ചുകളിലുള്ള മരുന്നുകൾ വിതരണം ചെയ്തത് എന്ന് നിങ്ങൾ അറിയണം. ഈ വിതരണം ചെയ്ത മരുന്നുകൾ കഴിച്ചാണ് ആളുകൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷവും ഇവരുടെ മരുന്നുകൾ പരിശോധിച്ചപ്പോൾ അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായി. പക്ഷെ ആ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഇവർക്കെതിരെ ആരും തന്നെ ഒരു നടപടികളും എടുത്തില്ല, ബീഹാർ ഗവൺമെന്റ് ഒഴിച്ച്. ബീഹാർ ഗവൺമെന്റ് മാത്രം ഇവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിറ്റ് അവിടേക്ക് കോവിഡുമായി വന്ന രോഗികൾക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ മരുന്നുകൾ വിതരണം ചെയ്ത സൈഡസ് കാഡില എന്ന് പറയുന്ന കമ്പനിയെ ഒരാളും ഒന്നും ചെയ്യാത്തതിന്റെ കാരണം അവർ വളരെ ലളിതമായി ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുത്തു. ആ സംഭാവന കൊടുത്തത് BJPക്ക് കൊടുത്തത് 18 കോടി രൂപയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുത്തത് 3 കോടി രൂപയാണ്. 8 കോടി രൂപയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന് പറയുന്ന BJPയുടെ ആലി ആയിട്ടുള്ള ഒരു ചെറിയ സംഘടനയ്ക്ക് കൊടുത്തത്. കാരണം സിക്കിം ഭരിക്കുന്നത് അവരാണ്. സിക്കിമിൽ ഏറ്റവും കൂടുതൽ സിക്കിമിലാണ് ഫാർമ കമ്പനികളുടെ ഒരു ഹബ്ബ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇതേപോലെ തന്നെ മറ്റു ചില കമ്പനികൾ പിടിക്കപ്പെട്ടു. ആ കമ്പനികളിൽ ചിലതിൻ്റെ പേരുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം, അവർ കൊടുത്തിട്ടുള്ള സംഭാവനകൾ. അതൊന്ന് ഗ്ലെൻമാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന മരുന്നുകളിൽ വലിയ തോതിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം അവർ 9.75 കോടി രൂപ നവംബർ 2022 എടുക്കുമ്പോൾ BJPക്ക് സംഭാവന കൊടുക്കുകയും ചെയ്തു ഇലക്ട്രൽ ബോണ്ടിലൂടെ. മറ്റൊരു കമ്പനിയുടെ പേര് ടൊറന്റോ ഫാർമ എന്നാണ്. അവർ മെയ്ക്കും അതുപോലെ ലാസ്റ്റ് മെയ്ക്കും അതുപോലെ 2023 മെയ് മുതൽ ജാനുവരി 2024 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ആ ടൊറന്റോ ഫാർമ കമ്പനി മാത്രം സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തത് 77.5 കോടി രൂപയാണ്.
അതിൽ തന്നെ BJPക്ക് കിട്ടിയത് 61 കോടി രൂപയാണ്. മറ്റു പലതും പല രാഷ്ട്രീയക്കാർക്കുമായി അവർ കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ടൊറന്റോ ഫാർമ എന്ന് പറയുന്ന കമ്പനി US ബാൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇന്ത്യയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബാനും നേരിടേണ്ടി വന്നില്ല. കാരണം 77 കോടിക്ക് മുമ്പിൽ നമ്മുടെ ബാനുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാകാം എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇനി കേരളത്തിലടക്കം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് സിപ്ല എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക് 16ലധികം തവണ, നിരവധി തവണ അവർക്ക് അവരുടെ മരുന്നുകളുടെ ക്വാളിറ്റി ഇല്ലായ്മയ്ക്ക് നോട്ടീസ് കിട്ടിയ ഒരു കമ്പനിയാണ്. ആ കമ്പനിയും ഈ പറയുന്ന പോലെ റെംഡിസിവിർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. 39.2 കോടി രൂപ അവർ ടോട്ടലി ഇലക്ട്രൽ ബോണ്ട് വഴി കൈക്കൂലി കൊടുത്തു. അതിൽ 37 കോടി രൂപയും BJP കൊടുത്തു. പിന്നെ 2 കോടി രൂപ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുത്തത്. ഇതുകൊണ്ടൊന്നും നമ്മുടെ ഫാർമ കമ്പനികളുടെ കഥകൾ അവസാനിക്കുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിൽ ഈ ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സിറപ്പ് കഴിച്ച് 18ഓളം വരുന്ന കുട്ടികൾ മരിച്ചുപോയി. ആ കുട്ടികൾ മരിച്ചുപോയ സിറപ്പുകൾ എന്ന് പറയുന്ന കഫ് സിറപ്പുകളാണ്. ആബ്ഡനോൾ സിറപ്പ് എന്ന് പറയുന്ന സിറപ്പും അതുപോലെ ഡോക്ക് 1 മാക്സ് സിറപ്പ് എന്ന് പറയുന്ന സിറപ്പും, ഈ സിറപ്പുകൾ കഴിച്ചാണ് 18 പേർ മരിച്ചുപോയത്. ആ മരിച്ചുപോയതിൽ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം കണ്ടെത്തുകയും ഇന്ത്യയിൽ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന സിറപ്പുകളാണെന്ന് കണ്ടെത്തുകയും അതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ തന്നെ അവിടെ ശിക്ഷിക്കുകയും ചെയ്ത അനുഭവം നമുക്കുണ്ട്. 20 കൊല്ലത്തിലധികമാണ് അദ്ദേഹത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. ഇത്രയേ ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ നിങ്ങളോട്. ഈ കമ്പനി തന്നെ മാരിയോൺ എന്ന് പറയുന്ന UP ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു, ഒരു ബയോടെക് കമ്പനി ആയിരുന്നു. ആ കമ്പനിക്കെതിരെ പിന്നീട് കേസുകൾ വന്നു ഇന്ത്യയിൽ പോലും. അങ്ങനെ കേസുകൾ വന്ന് 3ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള സച്ചിൻ ജെയിനും ജയാ ജെയിനുമെതിരെ FIR ഫയൽ ചെയ്തു. പക്ഷേ FIR ഫയൽ ചെയ്തെങ്കിലും അവരുടെ അവരുടെ ബാൻ പിന്നീട് നീക്കി കൊടുക്കുകയും അവർക്ക് വീണ്ടും അത് തുടങ്ങാനായിട്ട് UP സർക്കാർ അനുമതി കൊടുക്കുകയും ചെയ്തു. ഇതിനുള്ള അവരുടെ ബാൻ നീക്കാനുള്ള കാരണവും അവർ വളരെ ഉദാരമതികളായി ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന കൊടുത്തു ആ കമ്പനി എന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷം നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറയാൻ കഴിയുന്ന കഥകളുണ്ട് നമ്മുടെ കയ്യിൽ. മറ്റൊന്ന്, കാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ 12ഓളം വരുന്ന കുട്ടികൾ മരിച്ചുപോയി ഒരു കഫ് സിറപ്പ് കഴിച്ച്. ആ കഫ് സിറപ്പ് കഴിച്ച് മരിച്ചുപോയ കുട്ടികളിൽ മഹാഭൂരിപക്ഷവും 1 വയസ്സും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികളായിരുന്നു. ആ കുട്ടികൾ മരിക്കാൻ കാരണം ആ കഫ് സിറപ്പിലെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അത് നിർമ്മിച്ച കമ്പനിയുടെ പേര് ഡിജിറ്റൽ വിഷൻ ഫാർമ കമ്പനി എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിക്കെതിരെ ഇന്ത്യയിലെ അതോറിറ്റീസ് പോലും 16 വാർണിംഗ് നോട്ടീസുകളാണ് അവർക്ക് അയച്ചിരുന്നത്. കാരണം അവരുടെ പ്രൊഡക്റ്റിൽ വലിയ ഗുരുതരമായിട്ടുള്ള പാളിച്ചകളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ കമ്പനികൾക്കൊന്നും സംഭവിച്ചില്ല. കാരണം ഈ ഡിജിറ്റൽ വിഷൻ ഫാർമയും ഉദാരമതികളായി അവർ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്തു. ഇങ്ങനെയുള്ള നിരവധി കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് വിദേശ കമ്പനികളിൽ US പരിശോധിച്ചപ്പോൾ 54 ഫാർമ കമ്പനികളിലാണ് അവർ ഒരു തരത്തിലുള്ള ക്വാളിറ്റി മാച്ച് ചെയ്യാത്ത കമ്പനികളായി കണ്ടെത്തിയത് ഇന്ത്യയിലെ ഫാർമ കമ്പനികളെയാണ്. ഇത്തരത്തിലുള്ള നിരവധി കമ്പനികൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ചെറിയ ശകലം മാത്രമാണ് നിങ്ങൾ കേരളത്തിലും കാണുന്നത് എന്ന് പറയാതെ വയ്യ. ഇതിൽ ഹെറ്ററോ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, അവർ തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവർ സംഭാവനയായി BRS എന്ന് പറയുന്ന ഭാരതീയ രാഷ്ട്രസമിതി എന്ന് പറയുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ കഴിഞ്ഞ തവണ തോറ്റുപോയ ആ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിക്ക് കൊടുത്തത് ഒരു 120 കോടി രൂപയാണ്. ആ 120 കോടി രൂപ സംഭാവനയായി ഒരു പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള പാർത്ഥസാരഥി റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് പോലും ഇവർ ഓഫർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു ചുരുങ്ങിയ എക്സാമ്പിൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിൽ ദേവി ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവർ ഫാർമസികളിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, പകരം അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് എറണാകുളത്ത് അവർക്ക് വലിയൊരു ഗോഡൗൺ ഉണ്ട്, അതുപോലെ തിരുവനന്തപുരത്തൊക്കെ അവർക്ക് ഓഫീസുണ്ട്. അതിൻ്റെ ഓണറാണ് ഒരു തവണ 4.5 കോടി രൂപയുടെ കാർ മേടിക്കുകയും ഏറ്റവും വലിയ ടാക്സ് അടക്കുകയും ചെയ്ത വാർത്ത നിങ്ങളിൽ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഓർത്തിട്ടുള്ള ഈ ദേവി ഫാർമ നിരന്തരമായി ടെലിവിഷനിൽ അഡ്വർടൈസ് ചെയ്യുന്നു. ഒരു ഫാർമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്തിനാണ് അങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ ദേവി ഫാർമയുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അവർ മെഡിസിൻ മറ്റ് കടകളിൽ നിന്നും മറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നു, അവരിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും വേണമെങ്കിൽ സ്വന്തം കമ്പനിയുടെ പേര് ഒരു 10 ആൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവാക്കാൻ അവർക്ക് മടിയില്ലാത്തതിൻ്റെ കാരണം അത്രമാത്രം പണം നമ്മളെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കൊള്ള ലാഭമാണ് ഇതുവഴി അടിച്ചു മാറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ
പല മരുന്നുകളിലും ഉപയോഗിക്കുന്നത്, പെയിന്റുകളിലും അതുപോലെ തന്നെ മറ്റു പല ചവിട്ടിക്കടിക്കുന്ന ഈ പറഞ്ഞ പോലെ പെയിന്റുകൾ അടക്കമുള്ള സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വില കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് പോലും മരുന്നുകളിൽ ഉപയോഗിക്കുന്നുവെന്നും അങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഈ പറയുന്ന പോലെ ഫുഡ്സും ഡ്രഗ്സും ഒക്കെ മാനേജ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അധികാരമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിലെല്ലാം ഉള്ളത് കോടികളുടെ വലിയ അഴിമതികളാണ് എന്ന് നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റുകളെ തന്നെ മറിച്ചിടാൻ കഴിയുന്ന ശേഷിയുള്ള വലിയ മാഫിയ ഗ്രൂപ്പുകളാണിത്. ആ ഗ്രൂപ്പുകളായതുകൊണ്ടാണ് കഫീൽ ഖാൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തെ, ഉത്തർപ്രദേശിലെ ഒരു ഡോക്ടർ, കൊച്ചുങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഓക്സിജൻ സിലിണ്ടർ എടുക്കാൻ ഓടി അദ്ദേഹത്തിന് പിന്നീട് ഒരു ഗവൺമെന്റിൽ നിന്ന് നേരിട്ട കടുത്ത യാതനകളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇവിടെയും നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഇവിടെയും ഒരു ഡോക്ടർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ HOD ഫാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നു. ഇപ്പൊ തൽക്കാലം അദ്ദേഹത്തെ വീണ ജോർജും അതുപോലെ ഗവൺമെന്റും ഒക്കെ അംഗീകരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ചെവി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് തീർച്ചയായും എനിക്ക് ഭയമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള മരുന്നുകളുടെയും ഹോസ്പിറ്റലുകളുടെയും ആളുകളെ കൊല്ലാൻ, 2-3 വയസ്സുള്ള കുട്ടികളെ പോലും കൊല്ലാൻ തയ്യാറുള്ള മാഫിയകളുടെയും നാട്ടിലാണ്.